അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് മൂന്നാമത്തെ വിഭാഗത്തെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യുഹ്സറൂന മിൻ ഖുബൂരിഹിം ബുത്തൂനുഹും മിസ്ലുൽ ജിബാൽ. പർവ്വതം പോലെ വയറ് വളർന്നിരിക്കുകയാണ്, പർവ്വതം പോലെ വളർന്നിരിക്കുകയാ. മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ, അവരുടെ വയറ്റിന്റെ അകത്ത് എന്താണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, മലൂവത്തൻ മിനൽ ഹയ്യാതി വൽ അഖാരിബി. പാമ്പുകളും തേളുകളും കൊണ്ട് വയറ് നിറഞ്ഞിരിക്കുകയാണ്. ആ വയറുകളാണെങ്കിലോ പർവ്വതം പോലെ വളർന്നിരിക്കുകയാ. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ വയറുകൾ പർവ്വതം പോലെ വളർന്ന് വലുതായി വരുന്നവരാരാ? റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്ന, നബിയേ, വയറ്റിന്റെ അകത്ത് പാമ്പ് കിടക്കുന്ന, വയറ്റിന്റെ അകത്ത് തേള് കിടക്കുന്ന, വയറ്റിന്റെ അകത്ത് ജീവജാലങ്ങൾ കിടക്കുന്ന ആ ഒരവസ്ഥ ആർക്കാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കിടക്കുകയാ. ഹറാമായ പണം തിന്നവനാണ്, ഹറാമായ സ്വത്ത് തിന്നവനാണ്, പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതെ തിന്ന് വയറ് തീർപ്പിച്ചവനാണ്. എന്റെ പ്രിയമുള്ള ഉമ്മ, ചെമ്മൻകുഴിയിലെ പരിസരത്ത് ഏതെങ്കിലും ഒരു അനാഥക്കുട്ടി കരഞ്ഞു പോയാൽ ആ കണ്ണീരിന് സമാധാനം പറയാ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കോടതിയുണ്ട്, മറക്കണ്ട. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു പട്ടിണി കിടന്നാൽ, ഏതെങ്കിലും ഒരു പെൺകുട്ടി തന്നെ നിക്കാഹ് കഴിപ്പിച്ചു വിടാ പണമില്ലാത്തതിന്റെ പേരിൽ ശ്രീധാരന്റെ സാരെടുത്തുകൊണ്ട് കഴുത്തിൽ ചുറ്റിയിട്ട് വീടിന്റെ മുമ്പിൽ ഫാനിലൂടെ തൂങ്ങി നിന്നുകൊണ്ട് ആത്മഹത്യ ചെയ്ത ഈ ചെമ്മൻകുഴിയുടെ പരിസരത്ത് വലിയ കൊട്ടാരം വെച്ചവരെ, വലിയ പള്ളി വെച്ചവരെ, വലിയ ആഡംബരം നടത്തിയവരെ, വലിയ സുഖലോലുപരായി ജീവിച്ചവരെ, അല്ലാഹുവിന്റെ കോടതിയിൽ നിന്റെ തടമ്പ് നോക്കൂലടാ, നിന്റെ ദാരി നോക്കൂലടാ, നിന്നെ കൊണ്ടുവരുന്നതെങ്ങനെയാ? പർവ്വതം പോലെ വളർന്നു പോലെ വയറുമായി കൊണ്ടുവരികയാ. എന്നിട്ട് അതിന്റെ അകത്തേക്ക് പാമ്പുകളെയും തേളുകളെയും കുത്തി നിറയ്ക്കുകയാ. സഹോദരിമാരെ, ഭർത്താവിനോട് പറഞ്ഞറിയപ്പെട്ട സ്വത്ത് കൊടുക്കാ പറയടേ, പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള സ്വത്ത് കൊടുക്കാ പറയടേ, സക്കാത്ത് കൊടുക്കാ പറയടേ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ നമ്മള് സക്കാത്തിന്റെ വിഷയത്തിൽ പിന്നോട്ട് പോകുന്നത് കൊണ്ടാ ഇവിടെ പുത്തനാശയക്കാര് റമളാൻ മാസമാകുമ്പോ സക്കാത്താണെന്ന് പറഞ്ഞ് പണക്കാരനെന്ന് പൈസ പിരിച്ചിട്ട് കൊണ്ടുപോയിട്ട് ആട് വാങ്ങിച്ചു കൊടുക്കുന്നത്, ഓട്ടോ വാങ്ങിച്ചു കൊടുക്കുന്നത്, ചാക്ക് കണക്കിന് അരിയെടുത്ത് കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ സക്കാത്തിന് വേണ്ടി പിരിവ് നടത്തിയിട്ട് അവരുടെ പ്രസിദ്ധീകരണത്തിന്റെ അടിത്തട്ടിൽ എഴുതി വെക്കുകയാ. സക്കാത്ത് പിരിവ് ചിലവുക, ബാക്കിക്ക നീക്കിയിരിപ്പുക എന്ന് എഴുതി വെക്ക. അല്ലാഹുവിന്റെ സക്കാത്തിന്റെ അവകാശത്തിന്റെ സ്വത്തിന് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കണക്ക് പറയുക? എന്റെ സഹോദരങ്ങളോട് പറയുക, റമളാൻ മാസമാകുമ്പോ 1000 രൂപയുടെ ചില്ലറ മാറിയിട്ട് വീട്ടിന്റെ സിറ്റ് ഔട്ടിലിരുന്ന് വരുന്നവർക്ക് നായ്ക്ക് ചോറിട്ട് കൊടുക്കുന്ന പോലെ വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോ എന്തൊരു അഹങ്കാരമാണ് അതിന്റെ മുഖത്ത്! അല്ല തന്നത് മുഴുവനും വാരി വലിച്ചു തിന്നാനല്ലാതെ അതിന്റെ കണക്ക് നോക്കിയിട്ട് പാവപ്പെട്ടോന് കൊടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നിനക്കെവിടെയെല്ലാ സ്വത്തുക്കളുണ്ട്? നിനക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്? സുബ്ഹാനല്ലോ, അതിന്റെ കണക്കെടുത്ത് നോക്കിയാൽ ചെമ്മൻകുഴിയുടെ പരിസരത്ത് ഒരു പാവപ്പെട്ട മുസ്ലിമും പിന്നെ കരയേണ്ടി വരില്ല. ഒരു പള്ളിയുടെ സർട്ടിഫിക്കറ്റും നമുക്ക് സീലടിച്ചു കൊടുക്കേണ്ടി വരില്ല. ഓരോ മഹല്ലുകാരും നോക്കിയാൽ മതിയായിരുന്നല്ലോ, നോക്കൂല.